ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചപ്പയർ കൊണ്ട് ഒരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ചെറുപയർ എടുത്ത് 1 കപ്പ് ചെറുപയർ അത് എടുത്ത് നല്ലവണ്ണം കഴുകി അത് ഒരു കുക്കറിലേക്ക് പച്ചപ്പയർ ഇട്ട് ഒരു 2 കപ്പ് വെള്ളം, 2 കപ്പ് വേണ്ട, 1.25 കപ്പ് മതി, കറക്റ്റായിരിക്കും അത് വെന്ത് വരുവാനായിട്ട്. കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞ ശേഷം അത് നല്ലോണം ഇളക്കി സ്റ്റൗവിലേക്ക് വെച്ച് കഴിഞ്ഞ ശേഷം അതിൻ്റെ മൂടി വെച്ച് മൂടി ഒരു 4 വിസിൽ. ഒരു പാത്രത്തിൽ മൈദ 1 കപ്പ്, നൈസ് റൈസ് ഫ്ലോർ 2 ടേബിൾ സ്പൂൺ, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, ഉപ്പ് കുറച്ച് മഞ്ഞൾ പൊടി ഇടുകയാണ് ഞാനതിന് കളറിന് വേണ്ടിയിട്ട്. അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കണം. നല്ലോണം ഇളക്കണം. അത് കഴിഞ്ഞ ശേഷം നമുക്കതിന് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ ഒഴിക്കുക. ഒരു ദോശ ബാറ്ററിന് പോലെയുള്ള നന്നായിട്ട് കലക്കിയെടുക്കണം. ഇത് നമ്മൾ ആ ചെറുപയറിന് കൊടുക്കാനുള്ള കോട്ടിങ്ങാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. ദോശ മാവിൻ്റെ പരുവത്തിലായിരിക്കണം ഈ മിക്സ്. നല്ലോണം ഇളക്കി, കട്ട കൂടാതെ നല്ലോണം വിസ്ക് വെച്ച് ഇളക്കിയെടുക്കുക. നല്ലോണം ഇളക്കിയെടുക്കുക. പിന്നെ അത് കുറച്ച് നേരം അത് മൂടി മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് ഒരു ഫില്ലിംഗ് ഉണ്ടാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ്, കുറച്ച് ഉണക്കമുന്തിരിങ്ങ അതിട്ട് നല്ലോണം വറുത്തെടുക്കുക. നെയ്യിലിട്ട് നല്ലോണം വറുത്തെടുക്കുക. അത് കഴിഞ്ഞ ശേഷം 1 കപ്പ് തേങ്ങ ഇട്ട് നല്ലോണം വറുത്തെടുക്കുക. ആ നെയ്യിൽ തന്നെ ഇട്ട് നല്ലോണം വറുത്തെടുക്കുക. വറുത്ത് കഴിഞ്ഞ ശേഷം ഒരു 1/2 കപ്പ് മതി കേട്ടോ ജാഗ്രി വാട്ടർ സിറപ്പ്. ഞാൻ നേരത്തെ ഇത് ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. ഏലക്കാപ്പൊടി 1 ടേബിൾ സ്പൂൺ, ജീരകപ്പൊടി 1/4 ടീസ്പൂൺ, ജീരകം വറുത്ത് പൊടിച്ചതാണത്, 1/4 ടീസ്പൂണാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഉപ്പ് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ ചെറുപയർ ഇതിലേക്ക് മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ ശേഷം ആ ശർക്കരയും ഇതെല്ലാം നല്ലോണം വറ്റി വരും. എല്ലാം കൂടെ യോജിക്കുന്ന സമയത്ത് അത് വെള്ളമെല്ലാം വറ്റി വരും. അതനുസരിച്ച് ഈ പരുവത്തിലായി കഴിഞ്ഞ ശേഷം നന്നായിട്ട് തണുക്കാൻ വയ്ക്കുക. തണുത്ത് കഴിഞ്ഞ ശേഷം ബാറ്ററും ഇത് എടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഗ്രീൻ ദാൾ ചെറുപയർ നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. ഇതേപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കണം. എല്ലാം നന്നായിട്ട് ഉരുട്ടിയെടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ ഞാനൊരു അടുപ്പത്ത് ചെറിയ പാത്രം വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്കത് വറുത്തെടുക്കാൻ വേണ്ടിയ എണ്ണ ഒഴിക്കണം. നമ്മൾക്കിപ്പോൾ ആ ഉരുട്ടി വെച്ചിരിക്കുക നമുക്ക് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരെണ്ണ അടുപ്പിൽ വെച്ച് അതിൽ നിന്ന് ഒരു ഉരുളയെടുത്ത് ആ മൈദ ബാറ്ററിലേക്ക് നല്ലോണം മുക്കി എണ്ണയിലേക്ക് ഇട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. ഇതിന് മലയാളത്തിൽ സുഹിയൻ എന്ന് പറയും. പക്ഷേ ഞാൻ ഇത്തിരി ഡീപ്പായിട്ട്
ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു 2-3 ദിവസം വെച്ച് കഴിക്കാവുന്ന മാതിരിയാണ് ഞാനത് ഉണ്ടാക്കിയിരിക്കുന്നത്. 2 ദിവസം ആയാലും ഇത് ചീത്തയാവത്തില്ല. നല്ലോണം ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കുക. ഇത് ഈവനിങ് ഒരു സ്നാക്സ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കാം. ചായയ്ക്ക് ഒരു സ്നാക്സ് ആയിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കാം നമ്മൾക്കിത്. എല്ലാം നന്നായി വഴറ്റി എടുത്തിരിക്കുന്നത് കൊണ്ട് ഒരു 2-3 ദിവസം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. മുഴുവനും ഞാനത് ഉണ്ടാക്കി എടുത്തു. വൈകുന്നേരം കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് ചായയുടെ കൂടെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ മതി. നല്ല ഫില്ലിംഗ് ആയിരിക്കും. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വ്യൂവേഴ്സ്.